ഹായ് വ്യൂവേഴ്സ്, IIT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സോൾഡറിങ് എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് IITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ നമുക്കറിയാം, രണ്ട് മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള പല മെത്തേഡ്സ് ഉണ്ട്. പ്രധാനമായിട്ട് അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് താൽക്കാലികമായി ജോയിൻ ചെയ്യുന്നു, സ്ഥിരമായി ജോയിൻ ചെയ്യുന്നു, പെർമനൻറ്റ് ഫാസ്റ്റനിങ്ങും ടെമ്പററി ഫാസ്റ്റനിങ്ങും. അതിൽ ടെമ്പററി ഫാസ്റ്റനിങ് താൽക്കാലികമായി ജോയിൻ ചെയ്യുന്നു, ഉദാഹരണമായി നട്ടും ബോൾട്ടും വെച്ച് ഉറപ്പിക്കുക, അതുപോലെ സോൾഡറിങ് വെച്ച് ഉറപ്പിക്കുക. അതുപോലെ പെർമനൻറ്റ് ജോയിനിങ് പ്രോസസ്, സ്ഥിരമായി ജോയിൻ ചെയ്യുന്നത് വെൽഡിങ്, റിവറ്റിങ്, ബ്രേസിങ് ഒക്കെ ഇതിൽ പെട്ടതാണ്. ഇപ്പോൾ ഇതിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരു ഫാസ്റ്റനിങ് പ്രോസസ്സാണ് സോൾഡറിങ്. സോൾഡറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സോൾഡർ ഈസ് എ ബോണ്ടിങ് ഫില്ലർ മെറ്റൽ യൂസ്ഡ് ഫോർ സോൾഡറിങ് പ്രോസസ്സ്. അപ്പോൾ സോൾഡർ ഒരു ഫില്ലർ മെറ്റൽ. നമുക്കറിയാം, രണ്ട് മെറ്റൽ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും രണ്ട് പേപ്പർ തമ്മിൽ ജോയിൻ ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് പശ വേണം. അതുപോലെ തന്നെ രണ്ട് മെറ്റൽ തമ്മിൽ ജോയിൻ ചെയ്യാൻ, ഒട്ടിപ്പിടിപ്പിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന മെറ്റൽസോ അതിൻ്റെ അലോയ്സോ ആണ് നമ്മൾ സോൾഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സോൾഡറിങ് ഉപയോഗിച്ചിട്ട് റേഡിയോ പാർട്സൊക്കെ സോൾഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ സോൾഡേഴ്സാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. പ്യുവർ മെറ്റൽസ് ആൻഡ് അലോയ്സ് യൂസ്ഡ് ആസ് സോൾഡേഴ്സ്. ഒരു മെറ്റൽസോ അതിൻ്റെ അലോയ്സോ നമ്മൾ സോൾഡറായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോൾഡേഴ്സ് ആർ അപ്ലൈഡ് ഇൻ ദി ഫോം ഓഫ് വയേഴ്സ്, സ്റ്റിക്സ്, ഇഗ്നോട്സ്, റോഡ്സ്, ത്രെഡ്സ്, ടാപ്സ്, ഫോംഡ് സെക്ഷൻസ്, പൗഡർ, പേസ്റ്റ് എക്സെട്ര. അപ്പോൾ സോൾഡർ നമ്മൾ പല രൂപത്തിൽ നമ്മൾ അതിന് അപ്ലൈ ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ സ്റ്റിക്കായിരിക്കാം, വടി രൂപത്തിലുള്ളതായിരിക്കാം, റോഡായിരിക്കാം, ടേപ്പായിരിക്കാം, പൗഡറായിരിക്കാം, പേസ്റ്റായിരിക്കാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് സോൾഡേഴ്സ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് സോൾഡേഴ്സ്. പ്രധാനമായി 2 തരത്തിലുള്ള സോൾഡേഴ്സാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സോഫ്റ്റ് സോൾഡർ ആൻഡ് ഹാർഡ് സോൾഡർ. സോഫ്റ്റ് സോൾഡറും ഹാർഡ് സോൾഡറായിട്ട് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ നമ്മൾ സോഫ്റ്റ് സോൾഡറിനെ കുറിച്ചിട്ട് പഠിക്കാം. ശ്രദ്ധിക്കുക, സോഫ്റ്റ് സോൾഡറിങ് നമ്മൾ വയേഴ്സായിട്ടാണ് സാധാരണ ഇതിലത് വരാറ്. സോഫ്റ്റ് സോൾഡേഴ്സ് ആർ അലോയ്സ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ഇൻ വാരിയിങ് പ്രൊപ്പോർഷൻസ്. പ്രധാനമായിട്ട് സോഫ്റ്റ് സോൾഡർ ഉപയോഗിക്കുന്നത് 2 ലോഹങ്ങളാണ്, ടിന്നും ലെഡും. നമ്മൾ മെൽറ്റിംഗ് ടെമ്പറേച്ചർ കുറഞ്ഞ 2 ലോഹങ്ങളാണ് ഉപയോഗിക്കുന്നത്, ടിന്നും ലെഡുമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രൊപ്പോർഷൻസ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ 50-50, 60-40, 70-30 എന്നൊക്കെ പറഞ്ഞ മാതിരി അതിൻ്റെ പ്രൊപ്പോർഷൻസ് മാറിക്കൊണ്ടിരിക്കും. ദേ ആർ ആൾ കാൾഡ് സോഫ്റ്റ് സോൾഡേഴ്സ് ബിക്കോസ് ദേ ആർ കമ്പാരിറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. ഇതിന് സോഫ്റ്റ് സോൾഡർ എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവാണ്. അപ്പോൾ സാധാരണ നമ്മൾ 450 ഡിഗ്രി സെൽഷ്യസ് വരെ ഉരുകുന്നതൊക്കെ നമ്മൾ സോഫ്റ്റ് സോൾഡറായിട്ട് പറയുന്നു. 450 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഉരുകുന്നതെങ്കിൽ അത് ഹാർഡ് സോൾഡറായിട്ടാണ് സാധാരണ ഇതിൽ പറയാറ്. വൺ ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ സോഫ്റ്റ് സോൾഡർ ഹൂസ് മെൽറ്റിംഗ് പോയിൻറ്റ് ആർ 450 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹാർഡ് സോൾഡേഴ്സ് ഹൂസ് മെൽറ്റിംഗ് പോയിൻറ്റ് ഇസ് അബവ് 450 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് സോൾഡറും ഹാർഡ് സോൾഡറും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 450 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ഉരുകുന്നതെങ്കിൽ അത് സോഫ്റ്റ് സോൾഡറായിട്ടും 450 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ അത് ഹാർഡ് സോൾഡറായിട്ടാണ് പറയുന്നത്. ദീസ് ആർ അലോയ്സ് ഓഫ് മെറ്റീരിയൽസ് ടിൻ, ലെഡ്, ആൻറ്റിമണി, കോപ്പർ, കാഡ്മിയം ആൻഡ് സിങ്ക് ആർ യൂസ്ഡ് ഫോർ സോൾഡറിങ് ഹെവി ആൻഡ് ലൈറ്റ് മെറ്റൽസ്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ ഇതിലുപയോഗിക്കുന്ന അലോയ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ലെഡ്, ടിന്ന്, ലെഡ്, ആൻറ്റിമണി, കോപ്പർ, കാഡ്മിയം ഇതൊക്കെ നമ്മൾ സോഫ്റ്റ് സോൾഡറിനും ഹാർഡ് സോൾഡറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പോസിഷനാണ് പറയുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻസാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സോൾഡർ എന്ന് പറഞ്ഞാൽ ടിന്നും ലെഡും കൂടിയതാണ്. ടിന്ന് 50 50 നിലവാരത്തിലാണ്. അത് സാധാരണ ജനറൽ ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓരോന്ന് വേറെ പറയണം. അപ്പോൾ ഫൈൻ സോൾഡർ നോക്കാം. ഫൈൻ സോൾഡർ ആകുമ്പോൾ 60-40 ടിന്ന് 60, ലെഡ് 40. അത് ക്യുക്ക് സെറ്റ് ചെയ്യാൻ, പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓരോന്നും ഓരോ തരത്തിലാണ്. ടേബിൾ നോക്കി അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് സോൾഡറിങ് ഫ്ലക്സ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്കറിയാം, ഒരു സോൾഡറിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ: ഒരു സോൾഡറിങ് അയൺ വേണം നമ്മൾ ചൂടാക്കാൻ വേണ്ടി, അതിനുശേഷം നമ്മൾ സോൾഡർ വേണം. അത് കൂടാതെ ഒരു പാർട്ടാണ് ഫ്ലക്സ്, ശരിക്കും ഒട്ടിപ്പിടിക്കാനും അതിൻ്റെ തുരുമ്പ് പോക്കാനും ആവശ്യമായിട്ടുള്ള ഒരു പേശി രൂപത്തിലുള്ള പൊടി രൂപത്തിലൊക്കെ ആയിട്ടാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ആൾ മെറ്റൽ റസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് വെൻ എക്സ്പോസ്ഡ് ടു ദി അറ്റ്മോസ്ഫിയർ ബിക്കോസ് ഓഫ് ഓക്സിഡേഷൻ.
നമ്മൾ അന്തരീക്ഷമായിട്ട് ബന്ധമുള്ള മെറ്റൽസൊക്കെ പൊതുവെ ഒരു തുരുമ്പ് പിടിക്കും, അത് അതിൻ്റെ ഓക്സിജൻ്റെ ആവരണം അതിൻ്റെ പുറത്തുണ്ടാവും. ദി ലെയർ ഓഫ് ദി റസ്റ്റ് മേ ബി റിമൂവ്ഡ് ബിഫോർ സോൾഡറിങ്. ഇങ്ങനെയുള്ള പുറത്തുള്ള പൊടികളോ തുരുമ്പുകളൊക്കെ നമ്മൾ സോൾഡിങ്ങിന് മുമ്പായി ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഫോർ ദിസ് കെമിക്കൽ കോമ്പൗണ്ട് അപ്ലൈ ടു ദി പോയിൻ്റ് ഓഫ് കാൾഡ് ഫ്ലക്സ്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അതിന് മുകളിൽ കെമിക്കൽ പോയിൻ്റ് ആഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ഫ്ലക്സ്. അടുത്തത് ഈ ഫ്ലക്സിൻ്റെ ജോലികൾ, ഫ്ലക്സിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, ഫ്ലക്സസ് റിമൂവ്സ് ഓക്സൈഡ്സ് ഫ്രം ദ സോൾഡറിങ് സർഫസ്, ഇറ്റ് പ്രിവെൻറ്റ്സ് കൊറോഷൻ. അപ്പോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആ സോൾഡറിങ് സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഓക്സൈഡിൻ്റെ ആവരണം റിമൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിന് തുരുമ്പിനെ തടയുന്നു. രണ്ടാമത്തെ, ഇറ്റ് ഫോംസ് ലിക്വിഡ് കവർ ദി വർക്ക് പ്ലേസ് ആൻഡ് പ്രിവെൻറ്റ്സ് ഫർദർ ഓക്സിഡേഷൻ. അപ്പോൾ ഈ മെറ്റൽസിന് മുകളിൽ ഒരു ലിക്വിഡിൻ്റെ ചെറിയൊരു കവർ ഫോം ചെയ്യുകയും പിന്നീട് തുരുമ്പ് പിടിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് മോൾട്ടൺ സോൾഡർ ടു ഫ്ലോ ഈസിലി ടു ദി റിക്വയർഡ് പ്ലേസ്. നമ്മൾ ഉരുകിയ സോൾഡർ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലക്സ് സഹായിക്കുന്നു. ഇനി സെലക്ഷൻ ഓഫ് ഫ്ലക്സ്. ഫ്ലക്സ് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ. ദി ഫ്ലോറോണി ക്രൈറ്റീരിയാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സെലക്റ്റീവ് ഫ്ലക്സ്. താഴെ പറയുന്നത് വളരെ പ്രധാനമാണ്. വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ദി സോൾഡറിങ് പ്രോസസ്, മെറ്റീരിയൽ ടു ബി ജോയിൻറ്റ്. ഒന്ന്, അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ നോക്കുക. രണ്ടാമത്തത്, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് സോൾഡർ ചെയ്യുന്നത്. മൂന്നാമത്തത്, ഏതൊക്കെ മെറ്റീരിയലാണോ ജോയിൻ ചെയ്യുന്നത്. ഈ 3 ഫാക്ടേഴ്സും സോൾഡറിങ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലക്സസ്. ഫ്ലക്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇനോർഗാനിക് ഓർ കൊറോസീവ് ആക്റ്റീവ് ഓർ ഓർഗാനിക് ഇൻകൊറോസീവ് പാസീവ്. പ്രധാനമായിട്ട് 2 തരത്തിലാണ് ഫ്ലക്സസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനോർഗാനിക് ഫ്ലക്സും ഉണ്ട്, ഓർഗാനിക് ഫ്ലക്സും ഉണ്ട്. ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ അത് ആസിഡൊക്കെ കൂടിയതാണ്, ചെറിയ തുരുമ്പ് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഇനോർഗാനിക് ഇതൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ 2 തരത്തിലായിട്ട് നമ്മൾ ഫ്ലക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ പറ്റി പറയാം, ഇനോർഗാനിക് ഫ്ലക്സസ്. ഓർഗാനിക് ഫ്ലക്സസ് കെമിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളതാണ്. ദീസ് ഫ്ലക്സസ് കോട്ട് സർഫസ് ഓഫ് ദി മെറ്റൽസ് ടു ബി ജോയിൻഡ് ആൻഡ് എക്സ്ക്ലൂഡ് ദി എയർ ഫ്രം സർഫസ്, അവോയ്ഡ് ഫർദർ ഓക്സിഡേഷൻ. ഈ ഫ്ലക്സ് ഒരു സർഫസിന് മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫർദർ ഓക്സിഡേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യും. അടുത്തത്, ഏതൊക്കെയാണ് ഇൻഓർഗാനിക് ഫ്ലക്സിൻ്റെ തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഓർഗാനിക് ഫ്ലക്സാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് എ ലിക്വിഡ് വിച്ച് ഫ്യൂംസ് വെൻ ഇറ്റ് കംസ് കോൺടാക്ട് വിത്ത് എയർ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പുകയായിട്ട് വായുവിൽ ലയിക്കും. ആഫ്റ്റർ മിക്സിങ് ദ വാട്ടർ ഓഫ് 2-3 ടൈംസ് ദ ക്വാണ്ടിറ്റി ഓഫ് ആസിഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഇതിന് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ഇരട്ടി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹൈഡ്രോക്ലോറിക് ആസിഡ് കമ്പൈൻസ് വിത്ത് സിങ്ക് ഫോമിങ് സിങ്ക് ക്ലോറൈഡ് ആസ് ആക്ട് ആസ് എ ഫ്ലക്സ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സിങ്ക് ക്ലോറൈഡായിട്ട് മാറുന്നു, അത് ഫ്ലക്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. അടുത്തത് പറയുന്നത് സിങ്ക് ക്ലോറൈഡാണ്. സിങ്ക് ക്ലോറൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആഡിങ് സം പീസസ് ഓഫ് ക്ലീൻ സിങ്ക് ടു ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ സിങ്ക് ക്ലോറൈഡ് ഉണ്ടാക്കുന്നത് കുറച്ച് സിങ്കിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇടും. അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ഫ്ലക്സ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് സോൾഡറിങ് കോപ്പർ, ബ്രാസ് ആൻഡ് ടിൻ ഷീറ്റ്. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പർ, സിങ്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഫോസ്ഫോറിക് ആസിഡ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് ഫ്ലക്സ് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ ഫോസ്ഫോറിക് ആസിഡ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി റിയാക്റ്റീവ്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ബിക്കോസ് ഇറ്റ്സ് അറ്റാക്ക് ഗ്ലാസ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനാണ് സാധാരണ ഇത് സൂക്ഷിക്കൽ. കാരണം ഇത് ഗ്ലാസ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, അതാണ് ഫോസ്ഫോറിക് ആസിഡായിട്ട് പറയുന്നത്. അടുത്തത് പറയുന്നത് ഓർഗാനിക് ഫ്ലക്സിനെ കുറിച്ചാണ്. അടുത്തത് പറയുന്നത് ഓർഗാനിക് ഫ്ലക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓർഗാനിക് ഫ്ലക്സ് ഫസ്റ്റ് റെസിനാണ്. ഓർഗാനിക് ഫ്ലക്സിൻ്റെ തരങ്ങളാണ് റെസിൻ.
ഇറ്റ് ഈസ് ആൻ ആംബർ കളേർഡ് സബ്സ്റ്റൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം പൈൻ ട്രീ സാപ്പ്. നമ്മൾ പൈൻ ട്രീൻ്റെ കറയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് റസിൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ പേസ്റ്റ് ഓർ പൗഡർ ഫോം. ഇത് പേസ്റ്റ് ഓർ പൗഡർ ഫോമിൽ അവൈലബിൾ ആണ്. റസിൻ ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് കോപ്പർ, ബ്രാസ്, ബ്രോൺസ്, ടിൻ പ്ലേറ്റ്, കാഡ്മിയം, നിക്കൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല ലോഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് റസിൻ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്റ്റൻഷൻലി ഫോർ ഇലക്ട്രിക്കൽ സോൾഡറിങ് വർക്ക്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ സോൾഡറിങ് വർക്കിനാണ് ഏറ്റവും കൂടുതൽ റസിൻ ഉപയോഗിക്കുന്നത്. ടാലോ, അടുത്ത ടാലോ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് അനിമൽ ഫ്ലാറ്റ്. ഇത് മൃഗക്കൊഴുപ്പ് രൂപത്തിലുള്ളതാണ് ടാലോ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് ലെഡ്, ബ്രാസ്, പൗഡർ. ലെഡ്, ബ്രാസൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്ത് സോഫ്റ്റ് സോൾഡറിങ്. സോഫ്റ്റ് സോൾഡറിങ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ചിത്രം നോക്കുക, ഏതൊക്കെയൊക്കെ ചെയ്യുന്നതെന്ന് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ ഏതൊക്കെയാണ് നോക്കാം. ഓരോ പ്രൊസീജിയറായിട്ട് ഓരോന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, പ്രിപ്പയർ ചെയ്ത വർക്ക് പീസ്, വർക്ക് പ്രിപ്പയർ ചെയ്യുക. അടുത്തത് സെലക്ട് കറക്റ്റ് സോഫ്റ്റ് സോൾഡർ. നമ്മൾ ഏതാണോ സോൾഡർ ആ സോൾഡർ തിരഞ്ഞെടുക്കുക. അടുത്തത് പ്രിപ്പയറിങ് ദ സോൾഡറിങ് ആണ്. ആ സോൾഡറിങ് ആണ് ചൂടാക്കി റെഡിയാക്കി നിർത്തുക. അടുത്തത് സെലക്ട് ദ അപ്ലൈ സ്യൂട്ടബിൾ ഫ്ലക്സ് അതിന് മുകളിൽ അപ്ലൈ ചെയ്യുക. അടുത്ത ഹീറ്റ് ദ സോൾഡറിങ് ആൻഡ് ബിറ്റ് ആൻഡ് വർക്ക് പീസിന് കറക്റ്റ് ടെമ്പറേച്ചർ. നമ്മൾ ചൂടാക്കിയെടുക്കുക, വർക്ക് പീസും സോൾഡറിങ് ആണൊക്കെ കറക്റ്റ് ടെമ്പറേച്ചറിൽ ചൂടാക്കുക. അടുത്ത മാനിപ്പുലേറ്റിംഗ് ദ സോൾഡറിങ് ആൻഡ് ഓൺ ദ വർക്ക് പീസ് സ്കിൽഫുള്ളി ആൻഡ് ഷോൺ ഫിഗർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ സോൾഡറിങ് ആൻഡ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ സോൾഡർ ചെയ്യാം. കംപ്ലീറ്റ് ദി ജോബ് ടു യുവർ സാറ്റിസ്ഫാക്ടറി സ്റ്റാൻഡേർഡ്. ഒരു ശരിയായിട്ടുള്ള സാറ്റിസ്ഫാക്ടറി സ്റ്റാൻഡേർഡ് വരെ ഉള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത് മെൽറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഫ്റ്റ് സോൾഡർ. സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് പലതും പലതാണ്. അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, മിക്സർ ഓഫ് 63 ടിന്ന് ആൻഡ് 37 ലെഡ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 63% ടിന്നും 37% ലെഡുള്ള ഒരു കോമ്പിനേഷനാണ്. അതിന് 183 ഡിഗ്രി സെൽഷ്യസിൽ അത് ഉരുകുന്നു. ആ ഫിഗറിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക്. ഓരോന്നിന് കോമ്പിനേഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 70-30 കോമ്പിനേഷൻ ഉള്ള ഒരു മോഡൽ നമ്മൾ 183 ഡിഗ്രി സെൽഷ്യസിൽ ഒഴുകുന്നു എന്നുള്ളത് ഈ ചാർട്ട് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തതായിട്ട് സോൾഡറിങ് ടെക്നിക്ക്. നമ്മളൊരു സോൾഡറിങ് ചെയ്യാൻ വേണ്ടി താഴെ പറയുന്നത് വളരെ പ്രധാനമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കറക്റ്റ് ജോയിൻ്റ് ഡിസൈനിങ്. ആ ജോയിൻ്റ് നമുക്ക് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്തായിരിക്കണം. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ദി ജോയിൻ്റ്. ആ ജോയിൻ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കറക്റ്റായിരിക്കണം. അടുത്തത് സെലക്ഷൻ ഓഫ് ദി സോൾഡർ സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിരിക്കണം. അടുത്തത് സെലക്ഷൻ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ദി സോൾഡറിങ്. ആ സോൾഡറിങ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. അടുത്തത് കോപ്പർ ബിറ്റ് ഹീറ്റിംഗ്. ആ കോപ്പർ ബിറ്റ് ശരിയായി ഹീറ്റിംഗ് ചെയ്തിരിക്കണം. അടുത്ത സോൾഡറിങ് ബിറ്റ് മാനിപ്പുലേഷൻ. സോൾഡറിങ് ബിറ്റ് ശരിയായിട്ട് കൺട്രോൾ ചെയ്തിരിക്കണം. അടുത്ത ക്ലീനിങ് ആഫ്റ്റർ സോൾഡറിങ്. സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെ ശരിയായിട്ട് അതിൻ്റെ സീം ഇൻസ്പെക്ഷൻ ചെയ്തിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനമാണ്. അടുത്ത് പ്രോസസ് ഓഫ് സോഫ്റ്റ് സോൾഡറിങ് ആൻഡ് ഹാർഡ് സോൾഡറിങ്. സോഫ്റ്റ് സോൾഡറിങ് ഹാർഡ് സോൾഡറിങ് തമ്മിലുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സോൾഡറിങ് മെത്തേഡ്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ജോയിനിങ് മെറ്റാലിക് ഷീറ്റ്സ്. സോൾഡറിങ് ആണ് വൺ ഓഫ് ദം. നമുക്ക് ഒരു ഷീറ്റ് തമ്മിൽ ജോയിൻ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. സോൾഡറിങ് എന്ന് പറഞ്ഞാൽ അതിലൊരു മെത്തേഡാണ്. സോൾഡറിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് മെറ്റാലിക് മെറ്റീരിയൽസ് ആർ ജോയിൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് അനദർ ലിക്വിഫൈഡ് മെറ്റൽ. അപ്പോൾ സോൾഡറിങ് എന്ന് പറഞ്ഞാൽ രണ്ട് ലോഹങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുക. അതിന് വേറെ ഒരു ഉരുകിയ ലോഹം ഉപയോഗിച്ചിട്ടാണ് കൂട്ടിച്ചേർക്കുന്നത്. ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി സോൾഡർ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി മെറ്റീരിയൽസ് ടു ബി ജോയിൻഡ്. നമ്മൾ ഏതാണോ ജോയിൻ ചെയ്യുന്ന മെറ്റീരിയൽ അതിനേക്കാളും കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻ്റുള്ള സോൾഡറാണ് അതിന് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊരു GI ഷീറ്റ് സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഉപയോഗിക്കുന്നത് ടിന്നും സോൾഡറുമാണ്. അപ്പോൾ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ടിന്നും സോൾഡർ ഉരുക്കും. എന്നാൽ ഒരിക്കലും GI ഷീറ്റ് ആ ടെമ്പറേച്ചറിൽ ഉരുകില്ല. അതാണ് ഉദ്ദേശിച്ചത്. ദി സോൾഡർ വെറ്റ്സ് ബേസ് മെറ്റൽ വിത്തൗട്ട് മെൽറ്റിംഗ് ഇറ്റ്. അപ്പോൾ സോൾഡർ എന്താണ്, ബേസ് മെറ്റലിന് ഒരു കാരണവശാലും ഉരുക്കരുത്. സോൾഡറിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് സോഫ്റ്റ് സോൾഡറിങ് ആൻഡ് ഹാർഡ് സോൾഡറിങ്. സോൾഡറിങ്ങിന് പ്രധാനമായി രണ്ടായി തിരിച്ചിട്ടുണ്ട്, സോഫ്റ്റ് സോൾഡറിങ്ങും ഹാർഡ് സോൾഡറിങ്ങും. അപ്പോൾ അതിൽ സോഫ്റ്റ് സോൾഡറിങ് എന്ന് പറഞ്ഞാൽ 420 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് വരുന്നത്. ഇത് പ്രോസസ് ഓഫ് ജോയിനിങ് മെറ്റൽസ് യൂസിങ് തിൻ ലെഡ് സോൾഡേഴ്സ് വിച്ച് മെൽറ്റ് ബിലോ 420 ഡിഗ്രി സെൽഷ്യസ്. സോഫ്റ്റ് സോൾഡറിങ് 420 ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞ ചൂടിൽ ഉരുകുന്നതിനാണ് നമ്മൾ സോഫ്റ്റ് സോൾഡറിങ് ഉപയോഗിക്കുന്നത്.
The process of joining metals using hard solder is consisting the copper, zinc, cadmium and silver which melts above 600 degree Celsius is known as hard soldering. അപ്പോൾ ഹാർഡ് സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 400 കോപ്പർ, സിങ്ക്, കാഡ്മിയം, സിൽവർ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് 600 ഡിഗ്രി സെൽഷ്യസിൽ ഉരുക്കുള്ളൂ. അപ്പോൾ 600 ഡിഗ്രി സെൽഷ്യസിൽ അതിന് മുകളിൽ ഉരുക്കുന്നതൊക്കെ അത് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഹാർഡ് സോൾഡറിംഗ് എന്ന് പറയുന്നത്. അത് കുറച്ച് ഉറപ്പ് കൂടുതലായിരിക്കും സോഫ്റ്റ് സോൾഡറിനേക്കാളും. ഇനി ഫാക്ടേഴ്സ് കൺസിഡേർഡ് ബൈ സോൾഡറിംഗ്. സോൾഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സോൾഡറിംഗ് ഈസ് ജോയിൻ മെറ്റൽ സോൾഡർ ദാറ്റ് ഈസ് എ തേർഡ് മെറ്റൽ ആസ് ലോവർ മെറ്റൽ വരും. നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ മെറ്റൽ കുറഞ്ഞ മെറ്റലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ് എന്തൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മെറ്റൽ മെഷ് മെറ്റൽ ക്ലീൻ ആയിരിക്കണം, ശരിയായ സോൾഡറിംഗ് കേസ് ഉപയോഗിക്കണം, കറക്റ്റ് സോൾഡർ ഉപയോഗിക്കണം, പിന്നെ ശരിയായിട്ടുള്ള ഹീറ്റ് അപ്ലൈ ചെയ്യണം. ഇതൊക്കെ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ വളരെ പ്രധാനമാണ്. പിന്നെ സോൾഡേർഡ് ജോയിൻറ്റ്, സോൾഡറിൻ്റെ ജോയിൻറ്റ് ഏതൊക്കെ തരാമെന്നാണ് പറയുന്നത്. ഷീറ്റ് മെറ്റൽ കോമ്പണൻസ് ജോയിൻറ്റ് ടുഗദർ ബൈ സോൾഡേർഡ് ജോയിൻറ്റ്. In many cases, edges are joined sheet metal. Mechanical joints are then soldered to make the joint stronger leak proof. നമ്മൾ ഉണ്ടാക്കിയ ജോയിൻറ്റ് ലീക്ക് പ്രൂഫൊക്കെ ആയിരിക്കണം. അപ്പോൾ പലതരത്തിലുള്ള ജോയിൻറ്റ്സ് ചിത്രത്തിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. ലാപ്പ് ജോയിൻറ്റ്, ജോഗ്ഡ് ലാപ്പ് ജോയിൻറ്റ്, സ്കാർഫ് ജോയിൻറ്റ്, കോർണർ ലാപ്പ്, ടീ, അതുമാതിരി റൗണ്ട് ഷേപ്പിലാണെങ്കിൽ കണ്ട് ഇതൊക്കെ നമുക്ക് ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. അടുത്തത് വേറെ തരത്തിലുള്ളതാണ് ഗ്രൂവ്ഡ് ലോക്ക് സീം. ഇതൊക്കെ നമുക്ക് സോൾഡർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ജോയിൻറ്റ്സ് ആണ്. പിന്നെ കറക്റ്റ് ജോയിൻ്റ് ഡിസൈൻ, ഒരു നല്ലൊരു ജോയിൻ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് പറയാം. ആ ചിത്രം നോക്കി അറിയാൻ പറ്റും. നിങ്ങളൊരു അതിന് ഉപയോഗിക്കുന്ന ചിത്രം നോക്കി അറിയാൻ പറ്റും. നമുക്കൊരു ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഫ്ലെയിമാണ് കാണിച്ചിരിക്കുന്നത്. ഫ്ലെയിം ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് അതിൽ സോൾഡറിങ് ബിറ്റ് കാണാൻ പറ്റും, ഒരു വർക്ക് സോൾഡർ ചെയ്യുന്നത് കാണാൻ പറ്റും. മാക്സിമം സ്ട്രെങ്ത് കാൻ ബി അച്ചീവ്ഡ് ബൈ ഒബ്സർവിങ് ഫോളോ കണ്ടീഷൻ. ഒരു സോൾഡറിങ് ജോയിൻറ്റിന് ശരിയായ ഉറപ്പ് കിട്ടുന്ന താഴെ പറയുന്ന പോയിന്റുകൾ പ്രധാനമാണ്. ഒന്ന്, എ സ്യൂട്ടബിൾ ഫില്ലർ മെറ്റൽ മെഷ് ബി യൂസ്ഡ്. നല്ല കറക്റ്റായിട്ടുള്ള ഫില്ലർ മെറ്റൽ ഉപയോഗിച്ചിരിക്കണം. കോമ്പണൻറ്റ് മെറ്റൽ ടു ബി മേജർ കൺസിഡറേഷൻ. ഏതാ ആ മെറ്റലിൻ്റെ കോമ്പിനേഷൻ വളരെ പ്രധാനമാണ്. ജോയിൻറ്റ് ക്ലിയറൻസ് ഷുഡ് ബി മിനിമം. ജോയിൻറ്റ് ക്ലിയറൻസ് വളരെ കുറച്ച് കുറവായിരിക്കണം. ക്ലോസ് ഫിറ്റിംഗ് സർഫസസ് ഹെൽപ്ഫുള്ളി കാപ്പിലറി ഫ്ലോ ബിറ്റ്വീൻ 0.05 to 0.13 ഷുഡ് ബി. അപ്പോൾ തമ്മിലുള്ള ആ കാപ്പിലറി ഫ്ലോയ്ക്ക് വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് അതിൻ്റെ ഇടയ്ക്ക് വിട്ടിരിക്കണം. ദി സോൾഡർ മെഷ് ബി കോണ്ടാക്ട് ലാപ്ഡ് സർഫസ് സഫിഷ്യൻലി. ആ കോൾഡർ ശരിയായിട്ടുള്ള എല്ലാ ഭാഗത്തും എത്തിയിരിക്കണം. ലാപ്പ് വിടുത്ത് കോമൺലി മേഡ് 2 to 10. 2 മുതൽ 10 വരെ 3 ആയിരിക്കും ലാപ്പ് വിടുത്ത്. പിന്നെ അടുത്ത സേഫ്റ്റി പ്രിക്കോഷൻ സോൾഡറിങ്. സോൾഡറിങ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ്, വിയർ സേഫ്റ്റി ഗ്ലാസസ് പ്രൊട്ടക്ട് യുവർ ഐസ് ഫ്രം സോൾഡർ സ്പാറ്ററിങ് ആൻഡ് ഫ്ലക്സ്. അപ്പോൾ അത് സേഫ്റ്റി ഗ്ലാസ് ധരിച്ചിരിക്കണം നമ്മളെ കയ്യും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ബി കെയർഫുൾ വൈൽ സ്റ്റോറിങ് ഹോട്ട് സോൾഡറിങ് ആൻഡ് ആഫ്റ്റർ യൂസ് അവോയ്ഡ് ബെൽസ്. നമ്മൾ ചൂടായ സോൾഡറിങ്ങിന് വളരെ ശ്രദ്ധിക്കണം. കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിക്കണം. വാഷ് യുവർ ഹാൻഡ്സ് thoroughly ആഫ്റ്റർ യൂസിങ് സോഫ്റ്റ് സോൾഡർ ബിക്കോസ് ഇറ്റ് ഈസ് പോയ്സസ്. സോഫ്റ്റ് സോൾഡർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കൈയൊക്കെ ശരിക്കും സോപ്പിട്ട് കഴുകണം. അത് കുറച്ച് പോയിസണസ്, നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിസണസ് ആണ്, ശ്രദ്ധിക്കണം. ടിൻ ദ സോൾഡറിങ് അയൺ വെൽ വെന്റിലേറ്റഡ് ഏരിയ എക്സോസ്റ്റ് ഫ്യൂംസ് സോൾഡർ ചെയ്യുമ്പോൾ ചില പുകയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സോസ്റ്റ്, നല്ല വായുസഞ്ചാര സ്ഥലത്ത് നിന്ന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വിയർ സേഫ്റ്റി ഗോഗിൾസ് ബൈ യൂസിങ് ആസിഡ് ഫോർ ക്ലീനിങ്. നമ്മൾ ആസിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും സേഫ്റ്റി ഗോഗിൾസ് ഉപയോഗിക്കുക. അതിൻ്റെ പുക വന്നാൽ കണ്ണ് ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. വെൻ മേക്കിംഗ് ആസിഡ് സൊല്യൂഷൻ ആൾവേസ് പോർ ആസിഡ് ഇൻ ടു വാട്ടർ സ്ലോലി. വെള്ളത്തിലേക്ക് ആസിഡ് ഒഴിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ആസിഡിൽ വെള്ളം ഒഴിക്കരുത്, തിരിച്ചൊഴിക്കുക. വളരെ സാവധാനം ഒഴിക്കും വേണം. നെവർ പോർ വാട്ടർ ഇൻ ടു ആസിഡിൽ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. ആൾ ഇനോർഗാനിക് ഫ്ലക്സസ് ആർ പോയിസണസ്. ഇനോർഗാനിക് ഇതൊക്കെ പോയിസണസ് ആയിട്ടുള്ളതാണ്. വിയർ ഗോഗിൾസ് ആൻഡ് ഗ്ലൗസ് വൈൽ ഹാൻഡ്ലിങ് കൊറോസീവ് ഫ്ലക്സ്. കൊറോസീവ് ഫ്ലക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് മാത്രം ചെയ്യാം. ഇനി ഫ്ലക്സസ്, ടൈപ്സ് ഓഫ് ഫ്ലക്സസ് ആണ് പറയുന്നത്. ഫ്ലക്സ് ഈസ് ഫ്യൂസിബിൾ ഈസിലി മെത്തേഡ്. കെമിക്കൽ കോമ്പൗണ്ട് അപ്ലൈഡ് ബിഫോർ ഡ്യൂറിങ് ദ വെൽഡിംഗ് പ്രിവെൻറ്റ് അൺവാണ്ടഡ് കെമിക്കൽ ആക്ഷൻ ഡ്യൂറിങ് ദ വെൽഡിംഗ് സോൾഡറിങ് ആൻഡ് ഫാസ്റ്റ്. സോൾഡറിങ് ശരിക്കും സ്പീഡാക്കാൻ വേണ്ടി നമ്മൾ കെമിക്കൽ ഇതിന് ശരിക്കും അപ്ലൈ ചെയ്യണം ഫ്ലക്സ്. ഇനി ഫങ്ഷൻസ് ഓഫ് ഫ്ലക്സ്. ഫ്ലക്സിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ടു ഡിസോൾവ് ഓക്സൈഡ്സ് ഫ്രം പ്രിവെൻറ്റ് ഇമ്പ്യൂരിറ്റീസ് അതർ ഇൻക്ലൂഷൻ ആൻഡ് ദി എഫക്റ്റ് ഓഫ് വെൽഡ് ക്വാളിറ്റി. വെൽഡ് ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശരിയായിട്ട് അവിടെ ക്ലീനിങ് ആക്കും വർക്ക്. ഫ്ലക്സ് ഹെൽപ്പ് ടു ഫ്ലോ ഫില്ലർ മെറ്റൽ ഇൻ ടു വെരി സ്മോൾ ഗ്യാപ്പ്. ചെറിയ ഗ്യാപ്പിൽ വരെ ഫില്ലർ മെറ്റൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടി ഫ്ലക്സ് സഹായിക്കുന്നു. ഫ്ലക്സസ് ആക്ട് ആസ് എ ക്ലീനിങ് ഏജൻസ് ടു ഡിസോൾവ് ആൻഡ് റിമൂവ് ക്ലീൻ മെറ്റൽ വെൽഡിങ് ഡർട്ട് അതർ ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ അത് ഫ്ലക്സ് എന്താണ്, ആ മെറ്റൽ ക്ലീൻ ആക്കാനും മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ് കയ്യിൽ വരാതിരിക്കാനും വേണ്ടിയിട്ടും തടയുന്നു. അടുത്ത് ഇനി ബ്രേസിങ് നമുക്കറിയാം. ഹാർഡ് സോൾഡറിങ് ആണ് ബ്രേസിംഗ് എന്ന് പറയുക. ബ്രേസിംഗ് 450 ഡിഗ്രി മുകളിലുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വളരെ ടൈറ്റായിട്ടുള്ള വളരെ ഉറപ്പ് കൂടിയ ജോയിൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രേസിംഗ് സാറ് ചെയ്യാറുണ്ട്. ബ്രേസിംഗ് ഈസ് എസെൻഷ്യലി സിമിലർ ടു സോൾഡറിങ് ബട്ട് ഇറ്റ് ഗീവ്സ് മച്ച് സ്ട്രോങ്ങർ ജോയിൻറ്റ് ദാൻ സോൾഡറിങ്. സോൾഡറിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ പ്രധാനമായിട്ട് സോൾഡറിങ് പോലെ തന്നെയാണ്. പക്ഷേ എന്താണ് കുറച്ചും കൂടി ജോയിൻ്റ് ഒന്നുകൂടി പവർഫുള്ളായിരിക്കും. പ്രധാനമായിട്ട് നമ്മൾ ടിൻ ലെഡ് സൊല്യൂഷനാണ് സോഫ്റ്റ് സോൾഡറിങ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഹാർഡ് സോൾഡറിങ് ആയിട്ട് ബ്രേസിങ്ങിന് ഉപയോഗിക്കുന്നത് ബ്രാസ്, കോപ്പർ, ഇതൊക്കെ മെൽറ്റിംഗ് പോയിൻറ്റ് കൂടിയ ലോഹങ്ങളാണ് ഉപയോഗിക്കുന്നത്. ദ പ്രിൻസിപ്പൽ ഡിഫറൻസസ് ഇൻ ദി യൂസ് ഓഫ് ഹാർഡ് സോൾഡർ ഫില്ലർ മെറ്റീരിയൽ കൊമേഴ്സ്യലി നോൺ ആസ് സ്പെൽറ്റർ. ഈ ഹാർഡ് ഫില്ലർ മെറ്റീരിയലിന് കോമൺ ആയിട്ട് നമ്മൾ സ്പെൽറ്റർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വിച്ച് ഫ്യൂസസ് സം ടെമ്പറേച്ചർ അബവ് റെഡ് ഹീറ്റ്. നല്ല ചൂടിൽ മാത്രമേ അത് ഉരുകുള്ളൂ. ബട്ട് ബിലോ ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് പാർട്സ് ടു ബി ജോയിൻറ്റ്. പക്ഷേ എങ്ങനെയായാലും നമ്മൾ ജോയിൻ ചെയ്യുന്ന പാർട്ടിനേക്കാൾ കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. പ്രധാനമായിട്ട് കോപ്പർ ഇരുമ്പിനേക്കാൾ കുറഞ്ഞ ഡിഗ്രി സെൽഷ്യസിൽ ഉരുകുന്നു. അതുകൊണ്ട് നമുക്ക് ഇരുമ്പ് ജോയിൻ ചെയ്യാൻ വേണ്ടി കോപ്പർ ഉപയോഗിക്കാം. കോപ്പർ ബേസ് അലോയ്സ് ആ സിൽവർ ബേസ് അലോയ്സ്. രണ്ട് തരത്തിലുള്ള അലോയ്സാണ് ഉപയോഗിക്കുന്നത്. കോപ്പർ ബേസ് ചെയ്ത അലോയും സിൽവർ ബേസ് ചെയ്ത അലോയ്സും വഴിയാണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ 60%, സിങ്ക് 40%. ഇതൊക്കെ നമ്മൾ 850 ഡിഗ്രി സെൽഷ്യസ് ഉരുക്കുന്നു. അത് ഹാർഡ് സോൾഡറിങ് ബ്രേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓരോന്നും നോക്കി അറിയാൻ പറ്റും. പിന്നെ സിൽവർ സോൾഡർ ആകുമ്പം അതിലുപയോഗിക്കുന്നത് 10% കോപ്പർ, 10% സിങ്ക്, 80% സിൽവർ. അത് 350 ഡിഗ്രി സെൽഷ്യസ് ഒഴുകുന്നു. അത് സോൾഡറിങ്ങിന് വേണ്ടി ഗോൾഡ് ഓർണമെൻറ്റ്സിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി സിൽവർ ബ്രേസിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അതൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു പൈപ്പിൻ്റെ ജോയിൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, ഒരു ഫ്ലാഞ്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മെറ്റൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഗ്യാസ് ഫ്ലെയിം കാണിച്ചിട്ടുണ്ട്, ഫില്ലർ റോഡും കാണിച്ചിട്ടുണ്ട്. സിൽവർ ബ്രേസിങ് ഈസ് ലോ ടെമ്പറേച്ചർ ബ്രേസിങ് മെത്തേഡ്. സിൽവർ ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ ബ്രേസിങ് ചെയ്യുന്ന മെത്തേഡാണ് സിൽവർ സോൾഡറിങ് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ. ആൾസോ കാൾഡ് അതർ നെയിംസ് സച്ച് ആ സിൽവർ സോൾഡറിങ്, ഹാർഡ് സോൾഡറിങ് എന്നോ സിൽവർ സോൾഡറിങ് ഒക്കെ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ 600 മുതൽ 850 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിൻ്റെ റേഞ്ച്. സിൽവർ ബ്രേസിംഗ് ഫില്ലർ റോഡ്സ് ആർ കോമ്പോസ്റ്റ് ഓഫ് കോപ്പർ, സിൽവർ, സ്മാൾ പെർസെൻറ്റേജ് ഓഫ് സിങ്ക്, കാഡ്മിയം, നിക്കൽ. അപ്പോൾ ഇതിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് കോപ്പറും സിൽവറുമാണ്. അതോടൊപ്പം തന്നെ കാഡ്മിയം, നിക്കൽ ചെറിയ പെർസെൻറ്റേജ് അടങ്ങിയിട്ടുണ്ട്. അത് സിൽവർ കണ്ടന്റ് 40% മുതൽ 60% വരെ വേരി ചെയ്തിരിക്കും. നമ്മൾ സിൽവർ ബ്രേസിംഗ് ചെയ്യുന്ന കുറച്ച് ജോയിൻസ് ശ്രദ്ധിക്കുക. ഒരു ഇലക്ട്രിക്കൽ കണ്ടന്റ് കാണാൻ പറ്റും, ഷീറ്റ് മെറ്റൽ ജോയിൻ ചെയ്യാൻ കാണാൻ പറ്റും. അതേമാതിരി ഒരു ലേത്തിൽ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ ടിപ്പ് സോൾഡർ ചെയ്ത് കാണാൻ പറ്റും. ദിസ് ലോ ടെമ്പറേച്ചർ ബ്രേസിംഗ് സൂട്ടബിൾ ഫോർ ദ ഫോളോയിങ്: ജോയിനിങ് ഇലക്ട്രിക്കൽ പാർട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡ് ഹാൻഡ്ലിംഗ് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ് പറ്റും. ഇതൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിൽവർ ബ്രേസിംഗ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ സോൾഡറിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തീ കൊടുക്കുന്ന ഒരു ടെമ്പറേച്ചർ കിട്ടുന്ന ഒരു ഉപകരണമാണ് ബ്ലോ ലാമ്പ് എന്ന് പറയും. ബ്ലോ ലാമ്പ് ഏകദേശം ഒരു മണ്ണെണ്ണ സ്റ്റവിൻ്റെ അതേ രൂപത്തിലുള്ളത് തന്നെയാണ്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരു മണ്ണെണ്ണ സ്റ്റവിൻ്റെ സെയിം തന്നെ, ഗ്യാസ് മണ്ണെണ്ണ സ്റ്റവിൻ്റെ സെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇൻ ബ്ലോ ലാമ്പ് ദ കെറോസിൻ ഈസ് പ്രഷറൈസ്ഡ് പാസ് ത്രൂ ദി പ്രീ ഹീറ്റഡ് ട്യൂബ്സ്. നമ്മൾ അത് കെറോസിൻ ചൂടാക്കുമ്പോൾ കെറോസിൻ എന്ന പ്രീ ഹീറ്റഡ് ട്യൂബിലൂടെ പാസ് ചെയ്യുന്നു. അത് വേപ്പറൈസ് ചെയ്യപ്പെടുന്നു. The kerosene vapor continues through the jet of mix with the air and when ignited directed through the nozzle producing a forceful flame. അപ്പോൾ അത് ഒരു മിക്സ് ഓഫ് എയറിൻ്റെയും ഒരു മറ്റേ മിക്സ് മണ്ണെണ്ണയും കൂടുമ്പോൾ ബാഷ്പമായിട്ട് മാറും. ഈ ബാഷ്പമായിട്ട് പോകുമ്പോൾ അത് നല്ലൊരു ഫോഴ്സ്ഫുൾ ഫ്ലെയിമായിട്ട് മാറുന്നു. അപ്പോൾ അത് കെറോസിൻ വെപ്പറൈസേഷൻ നടക്കുന്നത്, മണ്ണെണ്ണ ബാഷ്പമായിട്ട് മാറുകയാണ് ഇത് നടക്കുന്നത്. ഇത് സോൾഡർ മീറ്റ് ചൂടാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോൾഡറിങ് ആണ്. സോഫ്റ്റ് സോൾഡറിങ്, ഹാർഡ് സോൾഡറിങ് ഡിസ്കസ് ചെയ്തു.
ഇത് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.